സങ്കീർത്തനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. സാംസ് chapter 3 verses 2. Many are saying of me, God will not deliver him. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിങ്കൽ ഇവന് രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. Many are saying God will not deliver him. God will not deliver him. God will not help him. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിന്റെ ഏറ്റവും കഠിനമേറിയ അനുഭവം കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞില്ലെങ്കിലും നമുക്ക് തന്നെ തോന്നുന്ന ഒരു ചിന്തയാണിത്. ദൈവമേ, എനിക്ക് കർത്താവിലും രക്ഷയില്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നുകയാണ്. There is no deliverance in my life, even I am in Christ. Even nobody is telling me this one, I myself start thinking about it. ദൈവത്തിന് സ്തോത്രം. പലരും പറയുന്നു, ഞാൻ തന്നെ പറയുന്നു, ഇവിടെ എൻ്റെ ശത്രു പലരല്ല, ഞാനല്ല, ഇതിന് പിൻപിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. Many are saying, I am also saying, thinking about it. So my enemy is not many or myself. There is a power behind it to make you think that there will be no deliverance in God. ഈ ദൈവത്തിൽ വന്നതുകൊണ്ടോ, ഈ പ്രാർത്ഥിച്ചത് കൊണ്ടോ, നീ ദൈവത്തോട് ചേർന്ന് നിന്നത് കൊണ്ടോ നിനക്ക് രക്ഷയില്ല എന്ന് നിന്നെ തന്നെ തോന്നിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 1 വായിച്ചേ. 3:1. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. This is the voice of enemy. Lord, how many are my foes? How many rise up against me? How many rise against me? It is countless. എണ്ണിയാൽ തീരാതെ വണ്ണം അനേകരോട് ചോദിക്കുക. This dialogue is raised by the enemy. എന്റെ ചിന്തയിൽ കൊണ്ടുവരികയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് നേടി? ക്രിസ്തുവോട് നടന്നുകൊണ്ട് നിനക്ക് എന്ത് നേടി? പ്രാർത്ഥിക്കാത്തവർ, ക്രിസ്തുവിനെ അറിയാത്തവർ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ക്രിസ്തുവിലായ നിനക്ക് രക്ഷയില്ല. There are many who are enjoying their life without Christ, without spiritual life. A man or a person, you are leading a life according to God's will. Devil is trying to input the message, there will be no deliverance. Why you stay in Christ? ദൈവത്തിന് സ്തോത്രം. Praise the Lord. Hallelujah. If enemy is telling me, I will ignore. എന്റെ ശത്രുവാണ് എന്നോട് പറയുന്നതെങ്കിൽ ഞാൻ ഇതിനെ അവോയ്ഡ് ചെയ്യുമായിരുന്നു. But enemy will use the most beloved, loving person to convey this message. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ കൂട്ടുകാർ, നിന്റെ ബന്ധുക്കൾ, അല്ലെങ്കിൽ നിന്റെ അടുത്ത് നിൽക്കുന്നവരിലൂടെ ശത്രു ഈ ശബ്ദം നമ്മുടെ കാതുകൾ കേൾപ്പിക്കും. That time we will become helpless. That time we will become weak. ദൈവത്തിന് സ്തോത്രം. Book of Job chapter 2 9 and 10 എന്ന് വായിച്ച്. യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. Job lost everything, even his sons and daughters, all wealth, and he was totally sick. He was really depressed in his life. തകർന്നവനായി, നിരാശപ്പെട്ടവനായി, രോഗം ബാധിച്ചവനായി, സകലം നഷ്ടപ്പെട്ടവനായി നിൽക്കുന്ന ഈ യോബിന്റെ അടുത്തേക്ക് ശത്രു അടുത്ത് വരികയാണ്. അവളോട്, അവന്റെ ഭാര്യ, ആരാ പറയുന്നത്? വൈഫ് ഓഫ് ജോബ്, യോബിന്റെ ഭാര്യ പറയുകയാണ്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? നിനക്ക് ദൈവത്തിൽ രക്ഷയില്ലെന്ന്. ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. Praise the Lord. His wife said to him, Are you still maintaining your integrity? Curse God and die. Curse God. Run away from God. പക്ഷെ അവിടെ ഒരു ദൂത് പറഞ്ഞു. എന്താണ്? If you run away from God, you will die. സ്തോത്രം. ദൈവത്തെ ത്യജിച്ചു കളഞ്ഞാൽ അതിന്റെ അർത്ഥം നീ മരിച്ചവനാണ്. സ്തോത്രം.
പ്രൈസ് ഗോഡ്. അയൽവക്കത്തെ ആരുമല്ല പറഞ്ഞത്, നിന്റെ ശത്രുവല്ല പറഞ്ഞത്, നിന്നെ സ്നേഹിക്കുന്ന ഭാര്യ നിന്റെ കാതിൽ പറയുകയാ. Remember, enemy will use the most beloved person to convey a message to you. There is no deliverance in God. Praise God. നീ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തികളിലൂടെ നിന്റെ കാതിൽ അവൻ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും, നിനക്ക് ദൈവത്തെങ്കിൽ രക്ഷയില്ല. ഇനി ബാക്കി വായിച്ചേ. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. Job didn't sin against God. If there is a blessed time in our life, there is a great time in our life. Both times has been given by God. We have to glorify his name. ആമേൻ. നന്മയും കഷ്ടതയും ഏത് ദൈവം തന്നാലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. അധരങ്ങളാൽ എന്ത് ചെയ്തില്ല? പാപം ചെയ്തില്ല. All the demonic thoughts, all the negative thoughts will accumulate in your heart. എല്ലാ ദിനവും നിന്റെ അടുത്ത് വരും, എല്ലാ നിമിഷവും നിന്റെ അടുത്ത് വന്നിട്ട് പറയും, പ്രാർത്ഥിച്ചത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? സ്തോത്രം. ഞാൻ അങ്ങനെ റിലീസ്, ഹൗ ഐ റിലീസ്? നോ, യു will not accept. This is not happening in my life. സ്തോത്രം. ഞാൻ മനസ്സിലാക്കുന്നു, ഒരു അടയാളം പറഞ്ഞു തരാം. പലരുടെയും ബൈബിൾ സ്റ്റഡി ബുക്ക് ഇല്ല. കാരണം slowly, why should I write? Why should I read? Why? This question is coming to me. Praise God. Hallelujah. കാരണം ദൈവത്തോടുള്ള ബന്ധം പതുക്കെ എന്ത് ചെയ്യുക? പുറകോട്ട് പോകുക. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താണ്? The hope, the faith, ഇതെല്ലാം കുറഞ്ഞു വരികയാണ്. We believe. Slowly we start believing the message. I will not receive any deliverance in God. ഈ ദൈവത്തിൽ എനിക്ക് രക്ഷ ലഭിക്കില്ല എന്ന് ഞാൻ പതുക്കെ ചിന്തിക്കുവാൻ തുടങ്ങുകയാണ്. എന്നാൽ what is the truth? Hallelujah. Romans 11:1 ഒന്ന് വായിച്ച്. We can see the truth. What is the truth? എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും ഇല്ല. ഒരു നാളും ഇല്ല. ദൈവം തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല. God will never cast down his people. അവിടെ എഴുതിയിരിക്കുന്നത് certainly not. വായിച്ചേ. I asked then, did God reject his people? By no means. I am an Israelite myself. By no means. He will never reject his people. He will never reject his people. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. So the blessed times, glory to God. The tough times, glory to God. Never sin against God by not glorifying God's name. ഏത് സമയത്തും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. Praise the Lord. എന്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നില്ല? Why in the midst of the crisis, in the midst of the tough stages, why you are not able to glorify God? Why you cannot be happy always? Why you don't believe that everything will happen for good? Hallelujah. Why you don't believe that God will deliver me from all my problems? എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല? ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവം നിനക്ക് ചില ആയുധങ്ങൾ തന്നിട്ടുണ്ട്. The enemy is coming to me with a negative message. Enemy is trying to overrule me. ശത്രു എന്നെ ജയിക്കുവാൻ നോക്കുകയാണ്. അതിനെ ജയിക്കുവാൻ ചില ആയുധങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഈ ആയുധങ്ങൾ നീ അറിയാത്തത് കൊണ്ടാണ് നിനക്ക് അത് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ജയിക്കുവാൻ കഴിയാത്തത്. ആയുധമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ആയുധം പ്രയോഗിക്കാൻ കഴിയുള്ളൂ. സ്തോത്രം. നമുക്ക് ആയുധമുണ്ടെന്ന് തന്നെ അറിവില്ല. ദൈവത്തിന് സ്തോത്രം. We don't have a knowledge that there are heavenly weapons God has given to me to overcome my enemy.
to proclaim to myself, I will receive deliverance from God. ശത്രുവിനെ ജയിച്ചടക്കി ഞാൻ വിടുതൽ പ്രാപിക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം എന്ത് ആയുധമാണ് ദൈവം നമ്മുടെ കൈകൾ തന്നിരിക്കുന്നുവെന്ന് നമ്മൾക്ക് ഇതുവരെയും അറിയുകയില്ല. സ്തോത്രം. എന്നാൽ ഓർത്തുകൊള്ളുക, ദൈവം ചില ആയുധങ്ങൾ നമ്മിൽ തന്നിരിക്കുന്നു. സ്തോത്രം. God has given some heavenly weapons in us. എന്താണ് ആയുധങ്ങൾ? നമുക്ക് വായിക്കാം 2 Corinthians chapter 10, 3 and 4 എന്ന് വായിക്കാം. 2 Corinthians 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. Praise the Lord. For though we live in the world, we do not wage war as the world does. The weapons we fight with are not the weapons of the world. The weapons I have are not the weapons of the world. On the contrary, they have divine power to demolish strongholds. The weapons have എന്തുണ്ടെന്നാ പറഞ്ഞേ? Divine power. വായിച്ചു നോക്കി, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വെപ്പൺ എന്തുണ്ട്? പവർ ഉണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കയ്യിലുള്ള വെപ്പണ് പവർ ഉണ്ട്. എന്ത് പവർ ആണുള്ളത്? ഡിവൈൻ പവർ. എന്താണ് ഡിവൈൻ പവർ? പവർ ഫ്രം ഹെവൻ. ഹല്ലേലൂയ. പവർ ഫ്രം ഗോഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ വെപ്പൺ ഉണ്ടെങ്കിൽ ഞാൻ പറയും, എന്ത് പറയും? എനിക്ക് ദൈവത്തിങ്കൽ വിടുതലുണ്ട്. സ്തോത്രം. എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, എൻ്റെ വേദനകൾക്ക് അവസാനമുണ്ട്, എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. സ്തോത്രം. എന്താണ് ആയുധങ്ങൾ? എന്താണ് ദൈവം നൽകിയ സ്വർഗീയ ആയുധങ്ങൾ? വാട്ട് ആർ ദ ഹെവൻലി ഡിവൈൻ വെപ്പൺസ്? ഡിവൈൻ വെപ്പൺസ് വിത്ത് ഡിവൈൻ പവർ. എനിക്ക് നൽകി തന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിക്കാം. സങ്കീർത്തനം 3-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. സാംസ് ചാപ്റ്റർ 3. നമ്മൾ 2 ആണ് വായിച്ചത്. അതിന്റെ 3 ഒന്ന് വായിക്കും. But you, Lord, are a shield around me, my glory, the one who lifts my head high. Hallelujah. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഒന്നാമത്തെ വെപ്പൺ എന്താണ്? അല്ല, the first weapon is ദൈവം നൽകിയ വിശ്വാസം. Faith in God. നിന്റെ ഗ്രേറ്റസ്റ്റ് വെപ്പൺ ആണ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. The greatest weapon is faith. ആമേൻ. തകർന്നു, faith in God. പരാജയപ്പെട്ടു, faith in God. Whatever will happen, wherever you go, you hold the faith. You are holding a strongest weapon. അവര് പറഞ്ഞു ഇവര് ദൈവത്തിന്റെ രക്ഷയിൽ പറയുമ്പോ ഞാൻ എന്താ പറയുന്നത്? എന്നിട്ട് വായിച്ചേ മലയാളത്തില്. യഹോവേ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, നീ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകും. എന്റെ തല താഴ്ത്തുന്നവനല്ല, എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എ ഡിവൈൻ വെപ്പൺ. എന്താണ് ഡിവൈൻ വെപ്പൺ? ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. അപ്പം ഫെയ്ത്ത് എന്ത് ചെയ്യും? ഫെയ്ത്ത് വിൽ ലീഡ് യു ടു ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ ആശ്രയിക്കുവാൻ പ്രേരിപ്പിക്കും. വിശ്വാസം നിന്നെ ദൈവത്തിൽ ആശ്രയിക്കും. നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ നീ ദൈവത്തിൽ ആശ്രയം നിർത്തും, നീ മനുഷ്യരിൽ ആശ്രയിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. You will, when you lose your faith, you will stop trusting God and you will start trusting in humans. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇന്ന് പകൽ ഓർത്തുകൊള്ളണം, നിന്റെ കയ്യിൽ ഒരു സ്ട്രോങ് വെപ്പൺ ഉണ്ട്. എന്താണ്? നിന്റെ കാതിൽ ശത്രു പറയും നിനക്ക് രക്ഷയില്ലെന്ന് പറയുമ്പോൾ പറയണം, മറ്റൊരുത്തന് രക്ഷയില്ല, എനിക്ക് രക്ഷയുണ്ട്, ഒരു ശ്രേഷ്ഠ നാമം എൻ്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. നിന്റെ രോഗം സൗഖ്യമാകില്ല എന്ന് പറയുമ്പോൾ നീ പറയണം, സൗഖ്യമാക്കുന്നവൻ എൻ്റെ കൂടെയുണ്ട്. നിന്റെ തലമുറകൾ നശിക്കും എന്ന് പറയണം, തലമുറയായി സങ്കേതമായവൻ എൻ്റെ കൂടെയുണ്ട്.
നിന്റെ കുടുംബം തകരുമെന്ന് പറയെങ്കിൽ പറയണം, അമ്മേ സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായവർ എന്റെ കൂടെയുണ്ട്. Praise God. Praise God. Hallelujah. Amen. Amen. Hallelujah. The strongest weapon, faith in Christ. Faith in Christ. ക്രിസ്തുവിലുള്ള വിശ്വാസം. ക്രിസ്തുവിലുള്ള വിശ്വാസം. Hallelujah. Amen. Luke 7:50 ഒന്ന് വായിച്ചു. Luke 7:50. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 50-ാം വാക്യം. പാപനിയായ സ്ത്രീ, a sinner woman is coming to Christ. അതിന്റെ അവസാന ഭാഗമാണ് വായിക്കുന്നത്. ലാസ്റ്റ് പാർട്ട്. അവനോ സ്ത്രീയോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ faith has saved you. സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. Praise the Lord. വിശ്വാസം എന്തുണ്ട്? വിശ്വസിച്ചാൽ രക്ഷയുണ്ട്. സ്തോത്രം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. Praise God. ഇംഗ്ലീഷ് വായിച്ചത്, Jesus said to the woman, your faith has saved you. Faith and save. വിശ്വസിച്ചാൽ രക്ഷ. സ്തോത്രം. വിശ്വസിച്ചാൽ രക്ഷ. അതുകൊണ്ട് സാംസ് 34:5 ഇങ്ങനെ വായിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ മതി അത്ര 34:5. Those who look to him are radiant, their faces are never covered with shame. Their faces were not covered with shame. ഒരേ ഓർത്തോണം, മുകളിലേക്ക് നീ നോക്കുമ്പോൾ നിന്റെ തല ഉയർന്നിരിക്കും, താഴേക്ക് നോക്കുമ്പോൾ നിന്റെ തല താണിരിക്കും. സ്തോത്രം. Hallelujah. Hallelujah. Why you lift your eyes? എന്തിനാ നീ മുകളിലേക്ക് നോക്കുന്നത്? It proclaim your faith, your trust in God. നിന്റെ ഗ്രേറ്റസ്റ്റ് വെപ്പണാ ശത്രു നോക്കും, നീ തല എങ്ങോട്ടാ നോക്കുന്നത്? മുകളിലേക്കാണോ താഴേക്കാണോ? ആമേൻ. സ്തോത്രം. നമ്മൾ ആദ്യം വായിച്ചു, നീ എന്റെ തല ഉയർത്തുന്നവനാകുന്നു. Who will lift my head? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ഏത് പ്രശ്നത്തിന് നടുവിലും immediately a child of God അവൻ ചെയ്യും, in the midst of any crisis, a man of God will lift his head and he will look at God. അതാണ് greatest weapon, faith in God. Hallelujah. Psalms 121:1 ഇങ്ങനെ വായിക്കുന്നു, സങ്കീർത്തനം 121 ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായകൻ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം വരുന്ന ഇടത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുകയാണ്. എന്റെ സഹായം മതി, ഒന്ന് മാത്രം വായിക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുക. I lift my head and you proclaim your faith. Amen. തല ഉയർത്തുന്നവൻ എന്നും ജയിച്ചിരിക്കും. സ്തോത്രം. വിശ്വസിക്കുന്നവൻ ജയാളിയായി മാറും. Those who have faith, he will be victorious. Hallelujah. നമ്മൾ എന്താ വിചാരിക്കുന്നത്? We are thinking, Lord, the situation I am facing, I cannot lift my head. എൻ്റെ ഫാമിലി എനിക്ക് തല ഉയർത്താൻ പറ്റുന്നില്ല. In my family, my workplace, in my family or any other place, I am not able to lift my head. That means this is the plan of your enemy. You have to tell, I will lift my head. I proclaim my faith. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. My God will deliver me. സ്തോത്രം. ബുക്ക് ഓഫ് ജഡ്ജസ് അതിന്റെ 6 chapter 6 verses 5 ഒന്ന് വായിക്കാം. നമുക്കറിയാം, മിദ്യാനിര് വന്ന് ഇസ്രായേൽ മക്കളുടെ എല്ലാ നന്മകളും അപഹരിക്കുകയാണ്. അപ്പോ അവിടെ അവർ വളരെ ഭാരപ്പെടുകയാണ്. The people of Israel, they were really depressed because the enemy is coming and they are stealing all the blessings what they shall receive. അവിടെ 5 വായിച്ചേ. Judges chapter 6:5. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളി പോലെ കൂട്ടമായി വരും.
അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. They will destroy everything. Now 11 ഒന്ന് വായിച്ച് 11. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന ഒഫ്രയിൽ അബിയേസ്രനായ യോവാസിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. Amen. Read it in English. The angel of the Lord came and sat down under the oak in Ophrah that belonged to Josh the Abrite, where his son Gideon was threshing wheat in a winepress. He kept it from the Midianites. See, there we can see a man of God who is holding the faith, and he want to make sure that my blessing will not be steal by the enemy. എന്റെ ശത്രു ദൈവം തന്ന നന്മ അപഹരിക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരേ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്ന കാണുകയാണ്. We can see Gideon, a man of faith. ആരുള്ള faith ആണ്? I mean faith in God. ഒരൊറ്റ മനുഷ്യൻ, in all community, മുഴുവൻ സമൂഹത്തിൽ നിന്നും ഒരു മനുഷ്യൻ നിന്നപ്പോൾ ആ ഒരു മനുഷ്യന് മാത്രമല്ല മുഴുവൻ സമൂഹത്തിനും വിടുതലായി മാറി. സ്തോത്രം. So why you have been selected in your family? Why you are selected in from your society? Because God want to see holding your faith in Christ in the midst of all troubles, so that God will give deliverance to all family, the whole society. Hallelujah. Hallelujah. Amen. വിശ്വാസമുള്ള ഒരു ഗിദെയോൻ, വിശ്വാസമെന്ന ഒരു ആയുധം കൊണ്ട് മാത്രം ജയമെടുത്ത ഒരു ഗിദെയോൻ. സ്തോത്രം. അതിന്റെ അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. അടുത്ത വാക്യം. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട്. പിതാക്കന്മാരുടെ ദൈവത്തെ, പിതാക്കന്മാരുടെ വിടുതലിനെ അറിഞ്ഞ് ആ വിടുതൽ ഇന്നും ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ നിൽക്കുന്ന ഒരു ഗിദെയോൻ. Gideon is a man who knows that his forefathers has been delivered from enemy. He is holding that faith, and he is still asking God, the angel of God, with faith we need deliverance. Hallelujah. സ്തോത്രം. The greatest weapon എന്താണ്? Faith in God. നിന്റെ വിശ്വാസം കുറഞ്ഞു പോകുന്നെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്ക്, എന്നെ ആദ്യ വിശ്വാസത്തിലേക്ക് മടക്കി വരുത്തണമേ. Bring me back to the original faith. Hallelujah. Make me strong in your faith. I want to use that divine weapon with the divine power. Amen. ആ സ്വർഗീയ ആയുധം സ്വർഗീയ ശക്തിയോടുകൂടെ ഉപയോഗിച്ച് എന്റെ വിടുതലിന് വേണ്ടി ഉത്സാഹിക്കുവാൻ, മുന്നേറുവാൻ അങ്ങ് എന്നെ വിശ്വാസത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ വെപ്പൺ, വി ഗോ ബാക്ക് ടു Psalms 3 അതിന്റെ 4th verses. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. ആമേൻ. I call out to the Lord, and he answers me from his holy mountain. Hallelujah. What is the second greatest weapon? Prayer. Hallelujah. രണ്ടാമത്തെ ആയുധമാണ് പ്രാർത്ഥന. എപ്പോഴാ പ്രാർത്ഥിക്കുന്നത്? വിശ്വാസം ഉണ്ടെങ്കിലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാ പ്രാർത്ഥന നിന്നു പോകുന്നത്? വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രാർത്ഥന നിന്നു പോകുന്നു. ആദ്യം ദൈവം വിശ്വാസത്തെ ഉറപ്പിക്കുന്നു. Why your prayer is not happening? You lost the faith in God. The moment you lose the faith in God, your prayer life will be stopped forever. Hallelujah. ഇവിടെ പറയുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് നിലവിളിക്കുക മാത്രമല്ല, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ എങ്ങനെ പറയണം? വാട്ട്സ് ദ സെക്കൻഡ് വെപ്പൺ? എ പ്രേയർ വിത്ത് ഫെയ്ത്ത്. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന. വെറും പ്രാർത്ഥനയല്ല, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന. When you pray, believe that God will give that. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്?
ഞാൻ പ്രാർത്ഥിക്കും, കിട്ടിയാൽ കിട്ടി. ഒരു കാര്യം ഓർക്കണം, ലോട്ടറി എടുക്കുമ്പോൾ ഒരാൾക്കേ സമ്മാനമുള്ളൂ. മനസ്സിലായി? ദൈവത്തെ സ്തുതിക്കുക. When we can see a lottery, only one person will get the first prize. പക്ഷെ ദൈവസന്നിധിയിൽ എല്ലാവർക്കും പ്രൈസ് ഉണ്ട്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, എ പ്രേയർ വിത്ത് ഫെയ്ത്ത്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ജെറമിയ 33:3 എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നെ വിളിച്ചപേക്ഷിക്കുക, കോൾ അൺടു മീ, ഐ വിൽ ആൻസർ യു. വിശ്വാസത്തോടെ പ്രാർത്ഥനയുടെ പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരമരുളും. മതി. ഹല്ലേലൂയ. എ പ്രേയർ ഇൻ ഫെയ്ത്ത്, എ പ്രേയർ വിത്ത് ഫെയ്ത്ത്. വിശ്വാസത്തിൽ, വിശ്വാസത്തോടുകൂടെ ഉള്ള പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാംസ് 34:6 മടങ്ങി വരാം. നമ്മൾ അവകിലേക്ക് നോക്കി, മുഖം പ്രകാശമായി, അതൊക്കെ ശരിയാണ്. പക്ഷെ അടുത്ത എന്താണ്? ഈ എളിയവൻ നിലവിളിച്ചു. വിശ്വാസം വർദ്ധിച്ചവൻ പറഞ്ഞു, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. എടാ, പിന്നെ നിന്നോട് ആരാ പറഞ്ഞ നിനക്ക് ദൈവത്തിന് രക്ഷയില്ലെന്ന്? വായിച്ചു ഇംഗ്ലീഷിൽ. This poor man called, and the Lord heard him. Lord heard him. He saved him out of all his He troubles. saved him from out of all his problems. Then who said there is no deliverance in God? Who told you the fake news? Who informed you the fake news? A prayer in faith will produce miracles. Hallelujah. വിശ്വാസത്തിലുള്ള പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഹല്ലേലൂയ. അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് പോകരുത്. നോക്കിയവൻ വിശ്വസിക്കണം, വിശ്വസിക്കുന്നവൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി സാംസ് 121:2 ഒന്ന് വായിച്ച്. എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തി, എന്റെ സഹായം എവിടെ നിന്ന് വരും എന്ന് ചോദിച്ചു. പക്ഷെ നീ തന്നെ ഉത്തരം പറ. എന്താണ്? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവയിൽ നിന്ന് വരുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഭൂമി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഇവിടെ ഒത്തിരി നേതാക്കന്മാർ എഴുന്നേക്കും. ഐ ബിൽഡ് ബുർജ് ഖലീഫ, ഐ ബിൽഡ് ദിസ് എന്ന് പറഞ്ഞ് ആരെങ്കിലും എഴുന്നേക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയത് രണ്ടുപേരല്ല, ഒരാൾ മാത്രമാണ്. ഹല്ലേലൂയ. My help comes from the Lord. My help comes from the Lord, the maker of heaven and earth. Who the maker of heaven and earth. ഇപ്പൊ എന്താ വിളിച്ചു പറഞ്ഞത്? ഞാൻ കണ്ണുയർത്ത മാത്രമല്ല, ആകാശം ഭൂമി ഉണ്ടാക്കിയ യഹോവ എനിക്ക് എന്ത് തന്നു? എന്റെ സഹായം എനിക്ക് തന്നു. ഹല്ലേലൂയ. The book of Daniel chapter 6 അതിന്റെ 8ാം വാക്യം വായിച്ചേ. We know the situation. ഞാൻ വേഗത്തിൽ പറഞ്ഞങ്ങ് പോവുകയാണ്. Daniel become the main person who is very close to king, and there were many other officials who was envious to Daniel. They were trying to find a trap to ensure that Daniel will be kicked out from the palace. They created some tackles. അവർ അന്ന് പറഞ്ഞു, രാജാവിനല്ലാതെ ആരെയും ഇവിടെ ആരും സേവിക്കരുത്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അവർ രാജാവിന്റെ അടുത്ത് വന്നിരിക്കുക. They came to king against Daniel. വായിക്കാം. ആകയാൽ രാജാവേ, മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധന കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ. So they made a document. It is against Daniel actually. Nobody worship king. Nobody worship other god than king for next 30 days. So they are saying, make a document and issue as a real law of the country. അങ്ങനെ ദരിയാവേസ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. So document has been written, has been released, and this became an official document. പക്ഷെ എന്ത് സംഭവിച്ചു? എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ, when Daniel realized a document has been released, it is against me,
Daniel didn't go to any other person. Daniel didn't go to the king who was very close with Daniel. What Daniel has done? അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. See, Daniel didn't announce any special fasting prayer. Daniel didn't increase the time of prayer. Daniel didn't start a new prayer session. He was a man of prayer. He was just continuing his prayer. Hallelujah. നമ്മൾ എന്ത് ചെയ്യും? രേഖ എഴുതി എന്നറിയുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പക്ഷെ ദാനിയേൽ രേഖ വരുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. സ്തോത്രം. When we are in the midst of problem, we will become a man of prayer. But Lord is saying, a real man of God who will always pray to God. Hallelujah. എന്ത് പ്രാർത്ഥനയാണ്? A prayer in faith. A prayer with faith. വിശ്വാസത്തിൽ, അത് മാത്രമല്ല വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. മുമ്പ് ചെയ്തതുപോലെ, what he was doing before, he continued his prayer. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് I don't want to explain what happened to Daniel later. God delivered him literally from the enemies. സിംഹത്തിന്റെ വായിൽ നിന്ന് മാത്രമല്ല, മറഞ്ഞിരുന്ന് പോരാടിയ ശക്തികളിൽ നിന്നും ദൈവം ദാനിയേലിനെ വിടുവിച്ചു. Praise the Lord. എന്താ കാരണം? He didn't go for any vasta. He didn't go for any recommendation. He didn't trust on any man. He trusted in God. He always trusted God. എപ്പോഴും അവൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു. അപ്പൊ രണ്ടാമത്തെ ആയുധം നിങ്ങളുടെ ഉണ്ടോ? Do you have that heavenly weapon with you? A prayer with faith. A prayer in faith. ദൈവത്തിന് സ്തോത്രം. ഇനി മൂന്നാമത്തെ ആയുധം പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതിന്റെ Psalms chapter 3, 5 and 6 ഒന്ന് വായിച്ചേ. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. Praise the Lord. I lie down and sleep. I wake again because the Lord sustains me. I will not fear though 10,000 assail me on every side. Praise the Lord. എന്താണ് മൂന്നാമത്തെ ആയുധം? What's the third weapon? അത് പറഞ്ഞില്ല. ഒരു പ്രശ്നം വന്നാൽ സുഖമായി ഉറങ്ങുന്ന ഒരാളൊന്ന് കൈവക്കിക്കേ. Those who can sleep with peace, calmly, where you can sleep in the midst of the problem, please lift your hands. പ്രശ്നം വന്നാൽ ആദ്യം നഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മുടെ ഉറക്കം പോകും. We will not be able to sleep properly. ഇവിടെ എന്താ വായിച്ചത്? ഞാൻ കിടന്നങ്ങ് എന്ത് ചെയ്തു? ഉറങ്ങി. എപ്പോഴാണ് എഴുന്നേറ്റത്? യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. അവിടെ സമയത്ത് ഞാൻ എഴുന്നേറ്റു, ഉറങ്ങി. കാരണം ദൈവം എന്നെ താങ്ങിയതുകൊണ്ട് എനിക്ക് ഒരു ഭയവുമില്ല. I don't have any fear because I believe God is with me. I have faith in God and I have conveyed my problems to God in faith through prayer. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ എന്തില്ല? ഭയമില്ല. ഈ ഭയം പുറത്തു പോകണം എന്ത് വരണം? വചനമുണ്ടോ? ധൈര്യമൊന്നും നടക്കത്തൊന്നുമില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. വായിച്ചു ഫസ്റ്റ് ജോൺ 4:18. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. ഇംഗ്ലീഷ്. There is no fear in love, but perfect love drives out fear. Perfect love drives out fear. The third greatest weapon
you realize and you confirm that my father really loves me. Hallelujah. എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ ദേശത്തെ സ്നേഹിക്കുന്നു, എൻ്റെ ഏകപുത്രനെ തരുവാൻ തക്കവണ്ണം ദൈവം എന്നെ സ്നേഹിച്ചു. Third weapon, love of your heavenly father. ഏത് സമയത്തും എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കും. ഞാൻ അനുസരണം കെട്ടവനായിക്കോട്ടെ, എന്നെ സ്നേഹിക്കും. ഞാൻ അവിശ്വസ്തനാകട്ടെ, എന്നെ സ്നേഹിക്കും. ഞാൻ കൊള്ളരുതാത്തവനാകട്ടെ, എന്നെ സ്നേഹിക്കും. Even I am not obedient, I am not faithful, even I am not according to his will, I believe every moment my father is loving me. Hallelujah. Hallelujah. ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കാത്ത ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടോ? Any father, any mother, can you answer me? Even they are not according to your will. Maybe they are not obedient. Maybe they are not faithful. Do you have a moment you can say that you don't love them? If you love them, Heavenly Father will 100% love you. മൂന്നാമത്തെ ആയുധം എന്താണെന്നറിയാമോ? എല്ലാവരും മാറിയാലും, ഭാര്യ മാറിയാലും, ഭർത്താവ് മാറിയാലും, മക്കള് മാറിയാലും, സമൂഹം മാറിയാലും, എന്നും മാറാത്തവനായി സ്നേഹിക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ട്. There is a loving father. That is my third weapon. അപ്പം വിശ്വസിച്ചു ഞാൻ എൻ്റെ അപ്പനെ. എൻ്റെ അപ്പനോട് എൻ്റെ കാര്യം പറഞ്ഞു പ്രാർത്ഥനയിലൂടെ. ഇപ്പൊ എന്ത് പറയും? Amen. When your son or daughter will come and say, I need a shoe, I need a shirt, I need a new dress, with love and care they are coming and saying to you, hallelujah, amen. When they believe my father is loving me, the next action is you will buy a new shoe or whatever they are asking for them. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്നേഹത്തോടെ വന്ന് പറയുമ്പോൾ, അത് ആവശ്യമെന്ന് തോന്നിക്കഴിയുമ്പോൾ, സ്നേഹിക്കുന്ന അപ്പനും അമ്മയും അവർക്കത് വാങ്ങിക്കൊടുക്കുമെങ്കിൽ, നമ്മളെന്താ എല്ലാം വാങ്ങിക്കൊടുക്കാത്തത്? ഒന്നെല്ലാം ആവശ്യമില്ല, രണ്ടെല്ലാം വാങ്ങാനുള്ള കാശും നമ്മുടെ ഇല്ല. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന അപ്പനൊരു ഗുണമുണ്ട്, എല്ലാം തരുവാൻ പ്രാപ്തിയുള്ളവനായ എൻ്റെ അപ്പൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പോയി അപ്പനോട് പറയാ, എനിക്ക് 1 കോടി രൂപയുടെ ഒരു കാറ് വേണം പറഞ്ഞാൽ അവരെവിടും തരാൻ? സ്തോത്രം. ആഗ്രഹം ഉണ്ടെങ്കിലും തരാൻ പറ്റുകയില്ല, കാരണം അവരല്ല പണമില്ല. പക്ഷെ നീ പ്രാർത്ഥിക്കുന്ന ഈ അപ്പന് എന്തും തരാൻ കഴിവുള്ളവനാണ്. തേർഡ് വെപ്പൺ എന്താണെന്നറിയാമോ? ഈ സൂയിസൈഡ് ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? റീസൺ, ദ മൊമെന്റ് യു ബിലീവ് there is no one to love you. അതാണ് വാസ്തവം. അതാണ് വാസ്തവം. എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല എന്ന് നീ തീരുമാനം എടുക്കുന്ന നിമിഷം ഈ ലോകം നരകമായി മാറും. സ്തോത്രം. ആമേൻ, ആമേൻ. But remember, Heavenly Father, inverted comma, always loves you. Hallelujah. എന്താ കാരണം? നീ നടക്കുമ്പോൾ അവൻ സ്നേഹിക്കുന്നു, നീ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ മയങ്ങാതെ അവൻ സ്നേഹിക്കുന്നു. സ്തോത്രം. Praise God. ഈ സ്നേഹം 24/7 ആണ്. This love is 24/7. Amen. 3 divine weapons: faith, a prayer in faith, and realizing that my Father always loves me. Hallelujah. നമ്മള് 34:5 Psalms 34:5 ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്തു, 34:6 പ്രയർ ഡിക്ലെയർ ചെയ്തു, 34:7 നമുക്ക് ലവ് ഓഫ് ഗോഡ് ഡിക്ലെയർ ചെയ്യണം. 34:7 എന്ന് വായിച്ചേ. The angel of the Lord encamps around The angel of the Lord encamps around those who fear him, and he delivers them. Praise the Lord. മലയാളത്തിൽ വായിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അവരെ വിടുവിക്കുന്നു.
3:6 എന്താ പറഞ്ഞത്? 3:6 I will not fear the tens of thousands assail me on every side. ടെൻസ് ആൻഡ് തൗസൻഡ്സ്, ആയിരങ്ങൾ എനിക്ക് ചുറ്റും നിൽക്കുക. പക്ഷെ ഇവിടെ 34:7 എന്താ പറഞ്ഞത്? യഹോവയുടെ ദൂതൻ ഭക്തന്മാരുടെ ചുറ്റും എന്റെ ചുറ്റും നിന്നതുകൊണ്ട് ഈ ആയിരങ്ങൾക്കും 10,000-കൾക്കും എന്റെ നേരെ വരുവാൻ കഴിയാതെ വണ്ണം ദൈവം എന്നെ സംരക്ഷണം ചെയ്തിരിക്കുന്നത് കൊണ്ട് അവൻ എന്നെ ഇന്നും സ്നേഹിക്കുന്നു. നീ തകരാതിരിക്കുന്നത് നിന്റെ ചുറ്റും 1000-ങ്ങളും 10,000-ങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, അതിന്റെ മുകളിൽ യഹോവയുടെ കരുതൽ നിന്റെ മേലുള്ളത് കൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ലവ് ഓഫ് ഗോഡ്. അല്ലെങ്കിൽ നിനക്ക് എന്തിനാ ഏഞ്ചലിനെ തരേണ്ട കാര്യം? അംബാനിക്കോ അദാനിക്കോ മറ്റേ എന്തോ ചന്ദ്രനിൽ പോകുന്ന ആളുടെ പേരെന്തോരുന്നു, മസ്ക്, എലോൺ മസ്ക് ഒരു ഏഞ്ചലിനെ കൊടുത്താൽ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടത്തില്ലേ? മനസ്സിലായോ? നിന്നെ പോലെ എന്നെ പോലെ കൊള്ളതാർത്തവന് എന്തിനാ ഏഞ്ചൽ എന്ന്? Why God has to give an angel for a normal man? He should have given to millionaires. At least God should have get something back from them. Praise God. Hallelujah. Hallelujah. Amen. ഇവൻ ആരും രക്ഷയില്ലെന്നാ പറഞ്ഞേ? ദൈവത്തിങ്കൽ രക്ഷയില്ല. നിനക്ക് ഏഞ്ചലിനെ തരാൻ കാരണം നീ രോഗത്തിലല്ല, നീ ഇന്ന് ദൈവത്തിങ്കല. ഹല്ലേലൂയ. You are in God. Praise the Lord. യഹോവയുടെ ദൂതൻ ചുറ്റും ഇറങ്ങി എന്തിയിരിക്കുക? പാളയം ഇറങ്ങിയിരിക്കുക. സങ്കീർത്തനം 91:11 പറയുന്നു, ആമേൻ, നീ പോകുന്ന വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ എന്ത് ചെയ്യും? ദൂതന്മാരോട് കൽപ്പിക്കും. He will command to his angel to protect you through all the ways you are living. ചുറ്റും മാത്രമല്ല, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്. not only the angel is surrounding you, he is with you throughout all the ways. അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട്. നമ്മളെ ഭാഗം എടുക്കുന്നില്ല. ആമേൻ. ഏലീശയെ കൊല്ലുവാൻ അരാം രാജാവ് ആളിനെ അയക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഏലീശയുടെ ബാല്യക്കാരനെ നോക്കുമ്പോൾ മുഴുവൻ സൈന്യം വളഞ്ഞിരിക്കുന്നു. ഏലീശ പ്രാർത്ഥിച്ചു, യഹോവ ഇവന്റെ കണ്ണം തുറന്നു കൊടുക്കണമേ. നോക്കിയപ്പോ എന്താ കണ്ടത്? ആമേൻ, സ്തോത്രം. 2 രാജാക്കന്മാർ 6:17 മാത്രം ഒന്ന് വായിച്ച്. 2 Kings 6:17. പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. ഏലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ ഏലീശയ്ക്ക് ചുറ്റും. If you meditate in spirit, for one man, a total army of God. ഒരു മനുഷ്യന് വേണ്ടി ഒരു മുഴുവൻ സൈന്യം. നീ വിലയേറിയവനാ, മറന്നുപോയി. Precious. You are precious in the sight of God. നീ ദൈവത്തിന്റെ കണ്ണിൽ വിലയേറിയവനാ. ഒരുവന് വേണ്ടി സ്വർഗം മുഴുവൻ ഇറങ്ങി വന്നും നിന്നെ വിടുവിക്കും. കാരണം അത്രയ്ക്ക് ദൈവം നിന്നെ സ്നേഹിക്കുന്നു. That much your love, Father is loving you. Amen. 3 ആയുധങ്ങൾ: വിശ്വാസം, പ്രാർത്ഥന, സ്നേഹം. മറക്കരുത്. Hold your faith. Continue your prayer in faith and hold the love of God. Remember, proclaim every time, oh, whatever happens to me, I believe, I proclaim, my Father still loving me. He will deliver me from all the problems what I am facing today. എഴുന്നേൽക്കാം, പ്രാർത്ഥനയ്ക്കായിട്ട്.